നന്നായി നടത്തി. കാൽക്കല്ലിൽ തട്ടാതെ കാരം പിടിച്ചും തോളിൽ വാഹിച്ചും എന്നപ്പനെ പോലെ. കാൽക്കല്ലിൽ തട്ടാതെ കാരം പിടിച്ചും തോളിൽ വാഹിച്ചും എന്നപ്പനെ പോലെ. താലോലിച്ചിടും എൻ തായെ പോലെയും, താലോലിച്ചിടും എൻ തായെ പോലെയും. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമാ എന്നിൽ നൽകിയും. ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമാ എന്നിൽ നൽകിയും. എൻ കഴിവിനാൽ ഒന്നും നേടിയില്ലേ ഞാൻ, തൻ കൃപയാലെ എല്ലാം ഏകിടുന്നതും. എൻ കഴിവിനാൽ ഒന്നും നേടിയില്ലേ ഞാൻ, തൻ കൃപയാലെ എല്ലാം ഏകിടുന്നതും. അളവില്ലാതെ ഈ നിമിഷം വരെ, അളവില്ലാതെ ഈ നിമിഷം വരെ. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. ഒരപ്പൻ തൻ്റെ കുഞ്ഞിൻ്റെ കൈ പിടിക്കുന്നത് പോലെ മകൻ അപ്പൻ്റെ കൈക്ക് പിടിക്കുകയല്ല, അപ്പൻ അവൻ്റെ കൈക്ക് പിടിക്കുന്നത് പോലെ. കാരണം ഒരു പക്ഷേ അവൻ്റെ കാല് കല്ലിലൊന്ന് തട്ടിയാൽ അവൻ തട്ടി വീഴാതിരിക്കാനാണ് അപ്പൻ അവൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ഞാൻ അങ്ങോട്ട് പിടിച്ചതല്ല, മറിച്ച് ആ കൈ കൊണ്ട് എൻ്റെ കരത്തെ പിടിച്ച് ഓരോ ചുവടും അത്ഭുതകരമായി എന്നെ നടത്തി. ഞാൻ ചോദിക്കുന്നതിലും ഞാൻ നനയ്ക്കുന്നതിലും എന്നെ അത്യന്തം പരമായി നടത്തി. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകത്താൽ നിറച്ച് എത്ര സ്തുതിച്ചാലും എത്ര പാടിയാലും തീരാത്ത രീതിയിൽ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുന്നു. അതുകൊണ്ട് ആരൊക്കെ പാടിയില്ലേലും ആരൊക്കെ സ്തുതിച്ചില്ലേലും എനിക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അധരം അറിയാതെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങും. എൻ്റെ ഉള്ളം നന്ദിയാൽ നിറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ഞാൻ പാടി കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങ് മാത്രം എൻ്റെ അപ്പനാണ്, അങ്ങേ മാത്രം ഞാൻ ഉയർത്തുന്നു. ഒരുമിച്ച് ചേർന്ന് വീണ്ടും പാടി കർത്താവിനെ സ്തുതിക്കാം.